ചായയും കാപ്പിയും അല്ലേ അപ്പൊ പ്രശ്നക്കാരൻ? നമ്മൾ മലയാളീസിന്റെ ഒരു വികാരമാണ് ആക്ച്വലി ചായ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ സങ്കടം വന്നാൽ ചായ, സന്തോഷം വന്നാൽ ചായ, രാവിലെ എണീറ്റാൽ ചായ, ഉച്ചക്കൊരു ചായ, വൈകുന്നേരം ഒരു ചായ. ഒരു ചായ ഇട്ടില്ലേ ഇപ്പൊ തലവേദനിക്കും അല്ലെങ്കിൽ ഇപ്പൊ ചത്തവും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട് നമ്മളുടെ ഇടയിൽ. അപ്പൊ നമ്മളോട് ചായ കുടിക്കണ്ടെന്ന് പറഞ്ഞാലോ നടക്കുന്ന കാര്യമാണോ? WHO IARCയും 2016 ഹോട്ട് ബിവറേജസ്, അതായത് വെരി ഹോട്ട് ബിവറേജസ് അല്ലെങ്കിൽ നല്ല ചൂടുള്ള പാനീയങ്ങൾ ക്യാൻസറസ് ഏജൻസിന്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം നമ്മൾ ചായയും കോഫിയും ക്യാൻസർ ഉണ്ടാക്കുന്നതല്ല. ഓക്കെ, അതായത് 65 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ ചൂടുള്ള ബിവറേജസ് അല്ലെങ്കിൽ ഏതെങ്കിലും പാനീയങ്ങൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കും. അതായത് നമ്മൾ അന്നനാളം ഈസോഫാഗസിൽ ചെറിയ ചെറിയ ബേൺസ് ഉണ്ടാക്കും. ഇത് എഗെയിൻ പിന്നെയും പിന്നെയും ഡെയിലി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. അതല്ലാതെ ചായയോ കോഫിയോ കുടിച്ചുകൊണ്ട് നമുക്ക് ക്യാൻസർ ഉണ്ടാവില്ല. ചായ അല്ലെങ്കിൽ കോഫി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ്. ചായ അല്ലെങ്കിൽ കോഫി ഉണ്ടാക്കുന്ന സമയത്ത് അത് ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ഇതൊരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 to 8 മിനിറ്റ്സിന്റെ ഇടയിൽ പുറത്ത് വെക്കുകയാണെങ്കിൽ, നോർമൽ ടെമ്പറേച്ചറിൽ പുറത്ത് വെക്കുന്ന സമയത്ത് അതൊരു നോർമൽ നമുക്ക് ബെയറബിൾ ആയ അല്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു 65 ബിലോ അല്ലെങ്കിൽ 60 ബിലോ ടെമ്പറേച്ചർക്ക് വരും. സോ ഈ ഒരു ടൈമിൽ നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ അത് ആക്ച്വലി നല്ലതാണ്. അപ്പൊ നമുക്ക് ഡെയിലി ഒരു 1 or 2 ചായ കുറച്ച് മധുരം ഇട്ട് കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല.